8ാം ക്ലാസ് കേരള പാഠാവലിയിലെ യൂണിറ്റ് 4 മൊഴിയഴക് എന്ന അധ്യായത്തിൽ വരുന്ന 2 കാവ്യഭാഗങ്ങൾ മനസ്സിലാക്കാം. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിലെ പ്രധാന കവിതകളിലൊന്നാണ് നിമിഷം എന്ന കവിത. ഈ കവിതയുടെ ആശയം നോക്കാം. കാലത്തിൻ്റെ ഒഴുക്കിൽ നിമിഷങ്ങൾ എങ്ങനെയാണ് നശിക്കുകയും പുതിയവ ഉണ്ടാവുകയും ചെയ്യുന്നതെന്ന് ആവിഷ്കരിക്കുന്ന കവിതയാണിത്. നിമിഷം എന്ന വാക്കു തന്നെ സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. ജീവിതത്തിലെ മാറ്റങ്ങളെയും പ്രതീക്ഷകളെയും കുറിച്ചൊക്കെ ഈ കവിത നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കവിതയിലെ വരികൾ നൽകുന്ന ആശയം എന്താണെന്ന് നോക്കാം. ജീവിതത്തിൻ പഴംപൂക്കൾ കൊഴിഞ്ഞാലെന്തേ വിധമുള്ള ചിറകടിയാൽ നൂറായിരമല്ലോ പരിണാമ നൂതന ഭംഗികൾ മുട്ടിടുന്നു. അമ്പരമധ്യം തിളയ്ക്കുന്നൊരാദിത്യ ബിംബവും കെട്ടുപോമെങ്കിലാട്ടെ അക്കരിയൂതിപ്പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി. ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടിനി വിടർന്നിടും ജീവിതങ്ങൾ. ജീവിതമാകുന്ന വൃക്ഷത്തിലെ പഴയ പൂക്കൾ കൊഴിഞ്ഞാലും നിമിഷത്തിൻ്റെ പരിണാമത്തിലൂടെ പുതിയ ഭംഗികൾ മൊട്ടിടുക തന്നെ ചെയ്യുമെന്ന് ഇവിടെ കവി പറയുകയാണ്. ജീവിതം എന്നത് സുഖദുഃഖങ്ങൾ കലർന്നതാണ്. പഴയ പല സന്തോഷങ്ങളും അനുഭവങ്ങളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും പുതിയ നാമ്പുകൾ മൊട്ടിടുന്നത് പോലെ, അതായത് പുതിയ പ്രതീക്ഷകൾ ഉണ്ടാവുന്നത് പോലെ ജീവിതത്തിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഉയർച്ചകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു വഴി അടയുമ്പോൾ പുതിയൊരു വഴി നമ്മുടെ ജീവിതത്തിൽ തുറന്നുകൊണ്ടേയിരിക്കും എന്നാണ് ഇവിടെ കവി പറയുന്നത്. പ്രതീക്ഷയുടെ അല്ലെങ്കിൽ പ്രത്യാശയുടെ ഒരു ദർശനമാണ് ഈ കവിത നമ്മുടെ മുമ്പിൽ കൊണ്ടിടുന്നത്. ആകാശത്തിൻ്റെ മധ്യത്തിൽ തിളങ്ങുന്ന സൂര്യൻ അസ്തമിച്ചാലും പിന്നീട് ഒരു ഉദയം കടന്നു വരാനുണ്ട്. ഇനി സൂര്യൻ തന്നെ ഇല്ലാതായിപ്പോയാലും മനുഷ്യന് അവൻ്റെ സർഗശക്തി കൊണ്ട് പുതിയൊരു സൂര്യനെ ഉണ്ടാക്കാനും കഴിയുമെന്നാണ് കവി പറയുന്നത്. ഇത്തരത്തിൽ മനുഷ്യൻ്റെ സർഗശക്തിക്ക് അഥവാ സൃഷ്ടിപരതയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയാണ് കവി. ജീവിതം വീണ്ടും വീണ്ടും ചൂടും വെളിച്ചവും നേടി, അതായത് അനുഭവങ്ങളും അവയിൽ നിന്ന് പാഠങ്ങളും പഠിച്ചുകൊണ്ട് കൂടുതൽ ശോഭയോടെ വിടരുമെന്നാണ് കവി ഇവിടെ പ്രത്യാശിക്കുന്നത്. നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന ഘടകം തന്നെ പ്രതീക്ഷയാണെന്ന് പറയാം, അല്ലേ? പ്രകൃതിയെയും പ്രകൃതിയിലെ മാറ്റങ്ങളെയും ബിംബങ്ങളാക്കിക്കൊണ്ട് വളരെ മനോഹരമായി ഈ കവിത രചിച്ചിരിക്കുന്നു ജി ശങ്കരക്കുറുപ്പ്. അടുത്തതായി ആർ രാമചന്ദ്രൻ രചിച്ച പ്രലോഭനം എന്ന കവിത നമുക്ക് നൽകുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശ്യാമസുന്ദരി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നുമാണ് ഈ കവിത എടുത്തിരിക്കുന്നത്. വയലുകൾക്കപ്പുറം വാകപൂത്ത വഴിയിലൂടന്തി മറഞ്ഞുപോയി, ചിറകു കുടയുന്നു തെന്നലാറ്റിൻ കരയിലെ വെള്ളിലത്തോപ്പിനുള്ളിൽ, ഇരുളിനെ കാത്തു കിടക്കുമാലിൻ കരിനിഴലറിയാതുറക്കമായി, കരളോർക്കുമേതോ പുരാണ ശോക കഥ പോലി ശ്യാമള ഭൂമി കാൺമു, ഒരു നറു കണ്ണാന്തളി മലർ പോൽ വിരിയുമീ സാന്ധ്യ നിശബ്ദതയിൽ, പഥികർ കാണാതെ കടന്നു പോവും പെരുവഴിത്തിരിവിലെ വിഗ്രഹം പോൽ, മരുവുമെന്നാത്മാവു തന്നെയാരോ പുരുമോദമാർന്നു വിളിച്ചിടുന്നു. സന്ധ്യാസമയത്തെ പ്രകൃതിയുടെ സൗന്ദര്യവും ആ സമയത്ത് കവിയുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളുമാണ് പ്രലോഭനം എന്ന കവിത. പ്രലോഭനം എന്ന വാക്കിനർത്ഥം ആകർഷിപ്പിക്കുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക എന്നൊക്കെയാണ്. സന്ധ്യ മറയുന്നതോടെ ധാരാളം മാറ്റങ്ങൾ പ്രകൃതിയിലുണ്ടാവുന്നു. ആ മാറ്റങ്ങളെ കവി ആവിഷ്കരിക്കുന്നത് നോക്കൂ. വയലുകൾക്കപ്പുറം പൂത്തു നിൽക്കുന്ന വാഗമരങ്ങൾക്കും അപ്പുറം സന്ധ്യ കടന്നു പോവുകയാണ്. നദിക്കരയിലെ വെള്ളിലത്തോപ്പിൽ ഇളങ്കാറ്റ് വീശുന്നു. ഇരുട്ട് പരക്കുന്നത് കാത്തുകിടക്കുന്ന ആൽമരത്തിൻ്റെ കറുത്ത നിഴൽ അറിയാതെ ഉറങ്ങുന്നു എന്ന് വെച്ചാൽ ഇരുട്ടിൽ അലിഞ്ഞു ചേരുന്നു എന്നർത്ഥം. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നാം കരളെ എന്ന പദം കൊണ്ട് ചേർത്ത് വയ്ക്കും. ഏറ്റവും ഓർമ്മിക്കുന്ന ദുഃഖകരമായ ഒരു പുരാണ കഥയെപ്പോലെ ഭൂമി മനോഹരയായി കാണപ്പെടുന്നു. സന്ധ്യയുടെ ഈ നിശബ്ദതയിൽ സുഗന്ധമുള്ള കണ്ണാന്തളിപ്പൂക്കൾ വിരിയുന്നത് പോലെ വഴിയാത്രക്കാർ ഇരുട്ടിൽ കടന്നു പോകുമ്പോൾ പെരുവഴിത്തെരുവിലെ വിഗ്രഹം പോലെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന തൻ്റെ ആത്മാവിനെ ആരോ വലിയ സന്തോഷത്തോടെ വിളിക്കുന്നു. അതാണ് പ്രലോഭനങ്ങൾ. സന്ധ്യാസമയത്തെ പ്രകൃതി ഭംഗിയുടെ പശ്ചാത്തലത്തിൽ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ആത്മീയമായ ശാന്തതയും സത്യവും കണ്ടെത്തുന്ന മനുഷ്യൻ്റെ മനസ്സിലെ സംഘർഷങ്ങളെയും ആത്മവിശ്വാസത്തെയും ആവിഷ്കരിക്കുന്നു ഈ കവിത.
അതിനായി മനോഹരങ്ങളായ പദങ്ങളും പ്രയോഗങ്ങളും കൊണ്ടുവന്നിരിക്കുന്നു കവി. ചുരുക്കി പറഞ്ഞാൽ സന്ധ്യ മറയുകയും ഇരുട്ട് കടന്നു വരികയും ചെയ്യുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം കവിയുടെ മനസ്സിലുണ്ടാക്കുന്ന ചിന്തകളാണ് പ്രലോഭനം എന്ന കവിത.